കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. ഡിസംബറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ തുറമുഖത്ത് റെക്കോർഡ് ചരക്ക് നീക്കം നടക്കുന്നതിനിടെയാണ് കമ്മീഷനിങ്. കൂറ്റൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയെങ്കിലും ഔദ്യോഗിക സമർപ്പണം പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിനായി നീട്ടുകയായിരുന്നു. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് അടുത്ത മാസം 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. രാവിലെ 11 മണിക്കാണ് ചടങ്ങുകൾ. വിഴിഞ്ഞത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭ്യമാക്കാനുള്ള കരാർ ഈ മാസം 9-ന് ഒപ്പിട്ടിരുന്നു. തുറമുഖത്തു നിന്നുള്ള വരുമാനം ലഭിക്കുമ്പോൾ അതിന്റെ 20% വെച്ച് കേന്ദ്രത്തിലേക്ക് അടയ്ക്കണമെന്ന വ്യവസ്ഥയും സംസ്ഥാനം അംഗീകരിച്ചു. ഇതോടെയാണ് വിഴിഞ്ഞത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ 3-ന് വിഴിഞ്ഞം തുറമുഖത്ത് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ചിരുന്നു. ഇതുവരെ 263 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നത്. 5 ലക്ഷത്തിനടുത്ത് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായി. പുതിയൊരു തുറമുഖത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണിത്. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതിയായിട്ടുണ്ട്. 2028-ൽ ഇത് പൂർത്തിയാക്കാനാണ് കരാർ. 2015 ഡിസംബർ 5-നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 24 തിരുവനന്തപുരം.